എനിക്ക് പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളുടെ മക്കളെ പ്രശസ്തിയിലേക്ക് ഉയർത്താൻ പോകുന്നു. നിങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. രൂത്ത് 4:14. രൂത്തിൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയപ്പെട്ടിട്ടുള്ളത്: അവൻ്റെ പേര് ഇസ്രായേൽ ദേശത്ത് പ്രശസ്തമാകട്ടെ. ഈ ഭാഗ്യം കർത്താവ് നിങ്ങളുടെ മക്കൾക്ക് നൽകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹം ഞാൻ മക്കളുടെ മേൽ വയ്ക്കുന്നു പിതാവേ. അത് ഉറപ്പാക്കുന്ന അച്ഛനാണ്. ഉറപ്പാക്കുന്നു. അങ്ങയുടെ ജീവൻ മക്കളിലേക്ക് ഇറങ്ങട്ടെ പിതാവേ. മക്കളിലേക്ക് അത് ഇറങ്ങട്ടെ പിതാവേ. ദേശത്ത് പ്രശസ്തനാക്കാൻ തക്കതായ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിലേക്ക് ഇറങ്ങാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ മക്കൾ ഈ ദേശത്ത് പ്രശസ്തരായി ഉന്നത നിലകളിൽ ഉയരുമാറാകട്ടെ. സങ്കീർത്തനം 112 ഓർമ്മിപ്പിക്കുന്നു: കർത്താവിനെ നിങ്ങൾ ഭക്തിയോടെയും ആത്മാർത്ഥതയോടെയും പിന്തുടരാൻ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ സന്തതി ഭൂമിയിൽ വലിയ ശക്തിയോടെ വളരും. അവർക്ക് വലിയ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. ഈ വാഗ്ദാനം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും അവരുടെ ഭാവിക്കും ഒരു യാഥാർത്ഥ്യമായി മാറട്ടെ. അവർക്ക് വളരെ വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശക്തിയുള്ളതായി മാറും. അത് വളരെയധികം ശക്തിയുള്ളതായിരിക്കും. നിങ്ങളുടെ മക്കൾ ഈ ദേശത്ത് വളരെ ശക്തരായിത്തീരും. നേരുള്ളവരുടെ വംശം അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹം നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങളുടെ നേരായ ജീവിതം നിമിത്തവും ഭക്തി നിമിത്തവും കർത്താവ് നൽകട്ടെ. അടുത്തതായി യെശയ്യാവ് 54:13 പ്രകാരം നിന്റെ മക്കളുടെ സമാധാനം വലുതായിരിക്കും. ഇന്ന് എത്ര മക്കളാണ് സമാധാനമില്ലാതെ വീടിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുന്നത്? മറ്റു ചിലർ വെള്ളത്തിൽ ചാടി മരിക്കുന്നു. കാരണങ്ങൾ പലതാണ്. സമാധാനമില്ലായ്മ, വലിയ സമ്മർദ്ദം. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മക്കൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ മാനസിക സമ്മർദ്ദത്തിലായി സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഈ നിർണായക വേളയിൽ കർത്താവ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു: ഞാൻ നിങ്ങളുടെ മക്കൾക്ക് സമാധാനം നൽകും. നിന്റെ മക്കളെല്ലാം കർത്താവിനാൽ പഠിപ്പിക്കപ്പെട്ടവരായിരിക്കും. യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് അവിടുത്തെ വിശുദ്ധ ജീവിതം നയിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ജീവിതത്തിലൂടെ നന്മയും സമാധാനവും കർത്താവ് നമുക്ക് നൽകും. അവരുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും വർദ്ധിപ്പിക്കുമെന്ന് അവിടുന്ന് ഉറപ്പു നൽകുന്നു. അതോടൊപ്പം മാതാപിതാക്കൾ നേർവഴിയിൽ നടക്കുമ്പോൾ മക്കൾക്ക് അനുഗ്രഹമുണ്ടാകുന്നു. സദൃശ്യവാക്യങ്ങൾ: നീതിമാൻ തൻ്റെ നിഷ്കളങ്കതയിൽ തന്നെ നടക്കുന്നു, അവന് ശേഷം അവൻ്റെ മക്കൾ ഭാഗ്യവാന്മാരായിരിക്കും. മാതാപിതാക്കളുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കുടുംബത്തിൽ അനുഗ്രഹമില്ലാതിരുന്നിരിക്കാം, മക്കൾക്ക് ഒരുപക്ഷെ ഭാഗ്യമില്ലാതിരുന്നിരിക്കാം. എന്നാൽ പിതാവ് കടന്നുപോയതിനു ശേഷം അപ്പൻ്റെ നേരായ ജീവിതത്തിൻ്റെയും വിശുദ്ധമായ ജീവിതത്തിൻ്റെയും ഫലം മക്കൾക്ക് ലഭിക്കുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും കർത്താവിന് വേണ്ടി എല്ലാം സഹിച്ചുകൊണ്ട് ചെയ്ത ത്യാഗപൂർണമായ സേവനത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. എൻ്റെ പിതാവ് കർത്താവിങ്കലേക്ക് യാത്രയായതിനു ശേഷമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായത്. എൻ്റെ പിതാവിൻ്റെ കണ്ണുനീർ കാരണവും പ്രാർത്ഥന കാരണവും എൻ്റെ ജീവിതത്തിൽ അത് സമൃദ്ധമായി വന്നു. ഭാര്യയ്ക്ക് ലഭിച്ചു, മക്കൾക്ക് ലഭിച്ചു, ശുശ്രൂഷയ്ക്ക് ലഭിച്ചു. എത്ര വലിയ ഭാഗ്യമാണെന്ന് നോക്കൂ. എൻ്റെ പിതാവ് ഉത്തമനായി ജീവിച്ച്, അധ്വാനിച്ച്, ത്യാഗം ചെയ്ത്, തൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ച് ജീവിച്ച് കർത്താവിങ്കലേക്ക് പോയി. അദ്ദേഹം ഈ ലോകം വിട്ടുപോയിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും കണ്ണീരും ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു. അതുകാരണം ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഞങ്ങളിലൂടെ കോടിക്കണക്കിനായ ജനങ്ങൾക്ക് അനുഗ്രഹവും ഭാഗ്യവും ലഭിക്കുന്നു. ദേശങ്ങൾക്ക് അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീതിമാൻ തൻ്റെ ഉത്തമമായ പാതയിലൂടെ ചരിക്കുന്നു. അവന് ശേഷം അവൻ്റെ മക്കൾ ഭാഗ്യവാന്മാരായിത്തീരും. നിങ്ങളുടെ ഉത്തമത കാരണം നിങ്ങളുടെ മക്കൾക്ക് ഈ ഭാഗ്യം അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കും. നിരാശരാകരുത്. മികവ് തുടരുക. നല്ലവന് ദൈവം കൂടെയുണ്ട്. നീതിയിൽ ജീവിക്കുന്നവർക്ക് അവിടുന്ന് നന്മകൾ നൽകാതിരിക്കുകയില്ല. നമ്മൾ സത്യസന്ധത കൈവിടാതെ നിലനിർത്തും. ഏത് സാഹചര്യത്തിലും തളർന്നു പോകാതിരിക്കാം. നമുക്ക് തുടർന്നും ഉത്തമതയിൽ തന്നെ നടക്കാം. കുട്ടികൾക്ക് ശരിയായ സമയത്ത് ഭാഗ്യമുണ്ടാകും. വിഷമിക്കേണ്ട.
അടുത്തതായി, ശിക്ഷണം മക്കളെ ഭാഗ്യവാന്മാരാക്കി മാറ്റുന്നു. സദൃശവാക്യങ്ങൾ 29:17. നിന്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസം നൽകുന്നതാണ്. നിന്റെ ആത്മാവിന് അവൻ ആനന്ദം നൽകും. അതുകൊണ്ട് മകനെയും മകളെയും സന്മാർഗത്തിൽ വളർത്തണം. ഏത് സാഹചര്യത്തിലും നിങ്ങൾ ചെയ്യേണ്ട കടമകൾ ചെയ്യുക. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ നിങ്ങളുടെ ആത്മാവിന് സന്തോഷം നൽകും. അതോടൊപ്പം തന്നെ വിശ്വാസവും. നിങ്ങളിൽ വിശ്വാസമുണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾക്കിടയിലും കർത്താവിനെ മുറുകെ പിടിക്കുമ്പോൾ, ആ വിശ്വാസം നിങ്ങളുടെ മക്കളിലും പേരക്കുട്ടികളിലും ഭാഗ്യം കൊണ്ടുവരുന്നു. 2 തിമോത്തിയോസ് 1:5 അങ്ങനെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം കർത്താവ് നിങ്ങൾക്കും നൽകട്ടെ. നിങ്ങളുടെ മക്കൾ ഈ ഭൂമിയിൽ ശക്തരായിരിക്കട്ടെ. പിതാവേ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും പേര് പ്രശസ്തമാകാൻ അവരെ ഉയർത്തണമേ പിതാവേ. അവരെ ഉയർത്തണമേ. ദേശത്തിൽ അവരെ ഉയർത്തണമേ. അവർ സമാധാനത്താൽ നിറയട്ടെ. അവർക്ക് അങ്ങ് തന്നെ ഉപദേശം നൽകിയാലും. ലോകത്തിലെ ഒരു തിന്മയും അവർക്ക് സംഭവിക്കരുത്. മാനസിക സമ്മർദ്ദം, ആത്മഹത്യ, നഷ്ടം, അനാവശ്യ ബന്ധങ്ങൾ, സങ്കടം എന്നിവയൊന്നും മക്കൾക്ക് വരാതെ അവർ ഭൂമിയിൽ ശക്തരായിരിക്കാൻ ഇടയാക്കണം. അങ്ങയോട് ചേർന്നിരിക്കാനും അങ്ങയുടെ സാദൃശ്യം ധരിക്കാനും മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്ന മക്കളായിരിക്കാനും അങ്ങ് കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമെന്നും അവരെ പ്രശസ്തരാക്കണമെന്നും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു നല്ല പിതാവേ, ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി അനുഗ്രഹ പദ്ധതി, ജോബ് ബ്ലെസ്സിംഗ് പ്ലാൻ ജീസസ് കോഡ് ശുശ്രൂഷയിലുണ്ട്. ജോലിക്കായി പ്രാർത്ഥിക്കുന്നവരും ജോലിയിൽ അഭിവൃദ്ധിയും സ്ഥിരതയും ആഗ്രഹിക്കുന്നവരും സ്ഥാനക്കയറ്റം ലഭിക്കാനും പുതിയ ജോലി നേടാനും കൊതിക്കുന്നവരും ഈ പദ്ധതിയിൽ ചേരുമ്പോൾ ദുരിതത്തിലായിരിക്കുന്ന മറ്റനേകം പേർക്ക് ടെലിഫോൺ പ്രാർത്ഥനാ ഗോപുരത്തിലൂടെ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്കൊരു വഴിയൊരുക്കാം. സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ ജോബ് ബ്ലെസ്സിംഗ് പ്ലാനിൽ ചേരുന്ന ഓരോരുത്തരെയും കർത്താവ് മനസ്സാ അനുഗ്രഹിച്ച് ഉയർത്തുന്നു. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളും ഈ അനുഗ്രഹം പ്രാപിക്കണം.